അല്ലെങ്കിൽ പറഞ്ഞതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടോ. എടാ അലക്സേ, എന്താടാ നീ പുറത്ത് പോയി വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാണല്ലോ? ഗാർഡ്സിനെ വെറുതെ വിളിച്ച് ഷൗട്ട് ചെയ്യുന്നു, അവരെ തല്ലുന്നു. എന്താടാ പ്രശ്നം? അവനോടുള്ള എൻ്റെ ഇഷ്ടം സത്യമായിരുന്നടാ ആദിൽ. ഈ നിമിഷം എനിക്കറിയാം, കഴിഞ്ഞു പോയതൊന്നും ഇനി അത്രയും മനോഹരമായൊന്നും എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഫ്യൂച്ചറിൽ ഞാൻ ആരൊക്കെ കണ്ടുമുട്ടിയാലും അവരാരും അവന് പകരാവില്ല. അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ. നീയും ദേവൻ പറയുന്നത് പോലെ അന്ന് നിസ്സാരായി മറന്നു കളയാൻ എനിക്ക് പറ്റില്ല. നിനക്കറിയോ, ഈ അലക്സിൻ്റെ ഓരോ ചിന്തയിലും ഇപ്പോഴും അവൻ മാത്രമേ ഉള്ളൂ. അലക്സ്, ഇപ്പോൾ ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ആദിൽ, എനിക്ക് അവനോടുള്ള പ്രണയം ഒരു ഒബ്സഷനാണെന്ന് നീ പലപ്പോഴും കളിയാക്കി പറയാറില്ലേ? സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒബ്സഷൻ. അവൻ എന്നേക്കാൾ കൂടുതൽ ആരും സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ വെച്ച് അവൻ ആരെങ്കിലും ടച്ച് ചെയ്യുന്നത് കണ്ടാലുള്ള എൻ്റെ അവസ്ഥ ഒന്ന് നീ ആലോചിച്ച് നോക്ക്. അതാരാണെങ്കിലും അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വരില്ലേ? നീ പറഞ്ഞു വരുന്നത് നിൻ്റെ മുമ്പിൽ വെച്ച് ദീപുവിനെ ആരെങ്കിലും ടച്ച് ചെയ്തെന്നാണോ? അങ്ങനൊരു സംഭവം ഇന്ന് ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റ് വെച്ചുണ്ടായി. നിനക്കറിയാലോ, ദീപു എവിടെ പോയാലും എൻ്റെ ഈ 2 കണ്ണുകൾ അവനെ പിന്തുടരുന്നുണ്ട്, അവൻ പോലും അറിയാതെ. ആ ജോലി വേണമെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഗാർഡ്സിനെ ഏൽപ്പിക്കാം. പക്ഷേ ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ ദീപുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരാളെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഗോഡ്, ഹൂ ഈസ് ദാറ്റ്? Adil, you know what surprised me? He is not any random person. He is my lawyer, Advocate Gautam Verma. എനിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നവൻ എൻ്റെ എതിർഭാഗം വക്കീലായിട്ട് ഏതോ റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ച് ലഞ്ച് കഴിച്ചതല്ല എൻ്റെ പ്രശ്നം. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ നിനക്ക്? അവൻ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ സെലക്ട് ചെയ്തത് എൻ്റെ ദീപുവിനെയായിപ്പോയി. മോറോവർ, ഹി വാസ് ടച്ച്ഡ് ഹിം. ദാറ്റ് സ്ട്രൈക്കഡ് മീ. അതൊരു റീസൺ ആണോ അലക്സ്? അഡ്വക്കേറ്റ് ഗൗതം വർമ്മയ്ക്ക് അറിയില്ലല്ലോ നീയും ദീപും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അതിൽ ഐ തിങ്ക് യു മിസ്ഡ് സംതിങ്. ഹി നോസ് അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഒരു റാൻഡം അഡ്വക്കേറ്റ് അല്ല. ഒരു കേസ് അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തം കക്ഷിയെക്കുറിച്ച് അവൻ എല്ലാ ഡീറ്റെയിൽസ് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ അഡ്വക്കേറ്റ് ദീപക് ലാൽ എൻ്റെ എക്സ് ലവർ, നോ, എൻ്റെ ലവറാണെന്ന് അവൻ അറിയാതിരിക്കില്ല. അറിഞ്ഞുകൊണ്ടൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവനൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നല്ല അർത്ഥം. അവൻ തുടക്കം കുറച്ച് സ്ഥിതിക്ക് മാറി നിന്ന് ഈ ഗെയിം കണ്ട് ആസ്വദിക്കാൻ അലക്സിനെ കിട്ടില്ല. അധികം വൈകാതെ അവൻ മനസ്സിലാവും ദീപു എൻ്റെയാണെന്ന്, അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന്. നീ തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് അവനെ വെറുക്കാൻ വേറൊരു കാരണം കൂടി ഞാൻ തരാം. എങ്ങനെ ആ പേര് നിൻ്റെ മുന്നിൽ പറയുന്നുള്ള ചിന്തയായിരുന്നു ഇവിടെ എത്തുന്ന വരെ. നീ ഇതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിപ്പോൾ നിന്നോട് പറയുന്ന തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ അവൻ്റെ ഉള്ളിലിരിപ്പോൾ എന്താണെന്ന് ആർക്കറിയാം? നീ പറഞ്ഞതുപോലെ അവനെന്തെങ്കിലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാണോന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. എന്താടാ? ഞാൻ ഓർഫനേജ് വരെ പോയിരുന്നു തെരേസ സിസ്റ്ററെ കാണാൻ, നമ്മുടെ മറ്റേ പ്ലോട്ടിൻ്റെ കാര്യം സംസാരിക്കാൻ. മോറോവർ അവർ പറഞ്ഞ ആ ഗാർഡിയൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. സിസ്റ്റർ, എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ ഓർഫനേജിലെ എല്ലാ തീരുമാനങ്ങളും ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കുന്നത്. അതാരാണെങ്കിലും അദ്ദേഹത്തിന് ഇനി സിസ്റ്ററിനെ വിശ്വസിച്ച് ഓർഫനേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സിസ്റ്ററോടുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സിസ്റ്റർ പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വരെ അദ്ദേഹം പറയാം.
സിസ്റ്റർക്ക് അദ്ദേഹത്തെ എത്രത്തോളം ഭയമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്കത് സിസ്റ്റർ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. സിസ്റ്റർ അല്ല അദ്ദേഹത്തോട് പറഞ്ഞോ? ഇല്ല, ഞാൻ കുറച്ച് നേരമായി അദ്ദേഹത്തെ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയില്ല. എന്തായാലും ഞാൻ ഇന്ന് തന്നെ അദ്ദേഹത്തോട് എല്ലാ സത്യങ്ങളും പറയും. ഗുഡ്. എല്ലാ സത്യങ്ങളും പറയുന്നതിന് മുമ്പ് സിസ്റ്റർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തു തരാം. ബട്ട് സിസ്റ്റർ എനിക്കൊരു ഫേവർ ചെയ്ത് തരണം. എന്ത് ഫേവർ? ഇനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയാം. അതിനു മുമ്പ് അദ്ദേഹം അറിയാതെ സിസ്റ്റർ ഓർഫനേജിൻ്റെ ഒരു പ്ലോട്ട് വിൽക്കാൻ ശ്രമിച്ചു. സിസ്റ്റർ മനസ്സിൽ വേറൊരു ഉദ്ദേശം വെച്ചിട്ടല്ല ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം. അത് സിസ്റ്ററിനും അറിയാം. ബട്ട് സിസ്റ്റർ ഭയക്കുന്ന ആ സാറിന് അത് മനസ്സിലാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും തൽക്കാലത്തേക്ക് സിസ്റ്റർ അദ്ദേഹത്തോട് പറയരുത്. ആദിൽ സാർ എന്തേ പറയുന്നേ? ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതെല്ലാം അദ്ദേഹത്തോട് വീണ്ടും മറച്ചു വെക്കാന്ന് പറഞ്ഞാ പിന്നെ എങ്ങാനും ആരെങ്കിലും പറഞ്ഞ അദ്ദേഹം ഇതറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്നോടുള്ള ദേഷ്യം അദ്ദേഹത്തിന് കൂടല്ലേ ഉള്ളൂ. കാര്യങ്ങൾ കൂടുതൽ വഷളാവല്ലേ ഉള്ളൂ. സിസ്റ്റർ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബട്ട് സിസ്റ്റർ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ പറയുന്നത് പോലെയെല്ലാം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. ഞാൻ എന്താ ചെയ്യണ്ടേ? Can you tell me who is that person? The decision maker. സർ, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. Sister, you don't have to worry about anything. You can believe me. അതാരാണെന്നറിഞ്ഞാൽ എനിക്ക് അലക്സിനോട് സംസാരിച്ച് ചിലപ്പോൾ ഈ പ്രോബ്ലം അവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഈ പ്ലോട്ട് വാങ്ങുന്നതിൽ നിന്ന് മേ ബി അലക്സിനെ എനിക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കും. സിസ്റ്ററിൻ്റെയും ഈ ഓർഫനേജിൻ്റെയും നല്ലതിന് വേണ്ടി കൂടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ക്യാൻ യു ടെൽ മീ? ഞാൻ പറയാം. എടാ, ഈ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ നമുക്കൊരു തലവേദനയാവും. നീ പറഞ്ഞത് ശരിയാ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ എനിക്കൊരു ചലഞ്ചായിക്കൊണ്ടിരിക്കുക. അതിലെ എനിക്ക് അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം. അവനും ആ ഓർഫനേജും തമ്മിലുള്ള ബന്ധം ആൻഡ് ഹിസ് ഫാമിലി ഡീറ്റെയിൽസ് ടു. പിന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ നിൻ്റെ ലോയർ ആണെന്നുള്ള ബോധം വേണം കേട്ടോ. ഈ കേസ് പൂർത്തിയാവണമെങ്കിൽ അവൻ നമുക്ക് വേണം. അവൻ്റെ ആവശ്യം നമുക്കുണ്ട്. അവൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വരില്ല. ആ പെണ്ണിൻ്റെ കാര്യം അത് ഞാൻ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവൾ നാളെ കമ്പനി വന്ന് റീജോയിൻ ചെയ്യും. അതല്ലാതെ അവൾക്ക് വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അവളുടെ തന്തേനെ ഞാനങ്ങ് കൊല്ലും. ലയ, എനിക്കിതെൻ്റെ ഫൈനൽ ഡിസിഷനാണ് അറിയേണ്ടത്. പേടിച്ച് പിന്മാറാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അലക്സിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ മുമ്പേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ലേ. ലയ, തൻ്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാനായിട്ട് തന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. എല്ലാം തൻ്റെ ഇഷ്ടം. അലക്സിൻ്റെ വാക്ക് കേട്ട് നാളെ സ്റ്റേഷനിൽ പോയി കേസ് പിൻവലിക്കാനാണ് തൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ ഒന്നിനു വേണ്ടി ഒരിക്കലും താൻ എന്നെ വിളിക്കരുത്. ഈ കേസിൽ നിന്ന് ലയ പിന്മാറിയ എന്നെ തനിക്ക് വിശ്വാസമില്ലെന്നൊരർത്ഥം കൂടി അതിനുണ്ടാവും. താൻ ഈ കേസ് പിൻവലിച്ച അവിടെ തോൽക്കുന്നത് ഞാനാണ്. ദീപക് സർ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ എല്ലാ സിറ്റുവേഷനിലും എനിക്കൊരു താങ്ങായി സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അച്ഛൻ സീരിയസ് ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ദൈവം മനസ്സിൽ ആദ്യം കൊണ്ടെത്തിച്ചത് സാറിൻ്റെ മുഖം. അലക്സിൻ്റെ മുമ്പ് ഞാൻ പതറിപ്പോയി, സത്യ. പക്ഷേ എന്നെ വിശ്വസിച്ച് ഈ കേസ് ഏറ്റെടുത്ത് വാദിക്കാൻ കാണിച്ച സാറിൻ്റെ മനസ്സ് ഞാനായിട്ട് ഒരിക്കലും വേദനിപ്പിക്കില്ല. അവൻ പറഞ്ഞതുപോലെ നാളെ ഞാൻ സ്റ്റേഷനിൽ പോകും. എന്നാൽ അത് കേസ് പിൻവലിക്കാനല്ല, ഒരു കേസും കൂടി ആ കൂട്ടത്തിൽ ആഡ് ചെയ്യാനാ. എൻ്റെ അച്ഛനെ അവൻ കൊലപ്പെടുത്താൻ നോക്കിയതിന് അവൻ്റെ പേരിൽ ഞാൻ വേറൊരു കേസും കൂടി ആഡ് ചെയ്യും. സാറ് തരുന്ന ധൈര്യ എൻ്റെ സ്ട്രെങ്ത്.
നിയമപരമായി അവനെ അർഹിക്കുന്ന ശേഷം അവനെ കിട്ടിയില്ലെങ്കിലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല സാർ. ദീപക് സാറിന് ഞാനൊരു ഉറപ്പ് തരാം. ഈ കേസ് നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അവന്റെ മരണം എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും. അവനെ പോലെ ഒരുത്തനെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയതിന്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ തുടർന്നുള്ള ജീവിതം ജയിലിൽ അങ്ങ് ജീവിച്ചു തീർക്കും. ലയ, വാട്ട് ആർ യു സേയിങ്? തന്നെ പോലെ ഒരാളുടെ ജീവിതം ജയിലിൽ അങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. അവൻ അർഹിക്കുന്ന ശിക്ഷ നിയമപരമായി തന്നെ നമ്മൾ അവനെ നേടിക്കൊടുത്തിരിക്കും. ബിലീവ് മീ. താങ്ക് യു ഫോർ എവ്രിതിങ്. ഈ രാത്രിയിലും ഞാനൊന്ന് വിളിച്ചപ്പോൾ സാർ ഓടി എത്തിയില്ലേ? വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു സഹോദരനായി എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നില്ലേ? അറിയില്ല. ഈ കടപ്പാടൊക്കെ ഞാൻ എങ്ങനെ തീർക്കണ്ടേന്ന് എനിക്കറിയില്ല. 1000 നന്ദി. ലയ, താൻ എനിക്ക് അപ്പൂനെ പോലെയാ, എൻ്റെ അനീതിയെ പോലെയാ. നമുക്കിടയിൽ ഇങ്ങനെ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. തൻ്റെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നും. അയ്യോ, അപ്പു അവിടെ ഒറ്റയ്ക്കല്ലേ സർ? സോറി, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നാളെ മോർണിംഗ് ഞാൻ അങ്ങോട്ട് വരാം. സർ വീട്ടിൽ പോയിക്കോളൂ. ലയ, ആർ യു ഷ്യൂർ? തനിക്കിവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് ഇവിടെ നിൽക്കാം. കുഴപ്പമില്ല സാർ, ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. ശരി ലയ, യു ക്യാൻ കോൾ മീ എനി ടൈം. ദെൻ സീ യു ടുമാറോ. എടാ അലക്സേ, നിന്റെ പുതിയ ശത്രു വരുന്നുണ്ട്. പുതിയ ശത്രു? എന്താടാ? ആരാടത്? അലക്സേ, കാര്യങ്ങളെല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ മുമ്പേ പറയണം. എനിക്ക് ഈ കേസിൽ നിന്ന് പിന്മാറാനാ. വാട്ട് ഡു യു തിങ്ക് യു ആ? കാര്യങ്ങളെല്ലാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനാ നീ ഇപ്പം ശ്രമിക്കുന്നേ. നമുക്കെതിരെ കോടതി കൊണ്ടുവരാൻ ഒരു എവിഡൻസും ഇല്ലാതിരിക്കുന്ന അവർക്കിപ്പോൾ എവിഡൻസായി. എന്നെ കണ്ടിട്ട് നിനക്ക് ഫൂളാണെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കാനും നിന്റെ കാല് നോക്കി നിന്റെ കൂടെ നിൽക്കാനും ചുറ്റും 100 അഡ്വക്കേറ്റ്സ് വേറെ ഉണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിൽ നീ ഈ അഡ്വക്കേറ്റ് ഗൗതം വർമ്മനെ കൂട്ടണ്ട. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഈ കേസ് ജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. അല്ലാതെ ഞാനറിയാതെ എൻ്റെ ബാക്കിൽ നിന്ന് കളിക്കരുത്. ഗൗതം, റിലാക്സ്. താനത്ര ഷൗട്ട് ചെയ്യാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? താനൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പറഞ്ഞു തരാം. എലക്ഷൻ്റെ തിരക്കിൽ പുന്നാര സുഹൃത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ചോദിച്ചു നോക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് അവൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അലക്സേ, എന്താ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ പറയുന്നേ? ഞാനറിയാതെ നീ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നുണ്ടോ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം സൈലൻസ് ആണ് ആൻസറെങ്കിൽ അധികം വൈകാതെ പോയി കിടക്കാം ജയിലിൽ. ഞാൻ പറയാം എന്താ ഉണ്ടായെന്ന്. നിങ്ങളുടെ പുന്നാര സുഹൃത്തെ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് വേണം കോർട്ടിൽ പോവാൻ. അല്ലെങ്കിലേ നെക്സ്റ്റ് ഇയറിലൂടെ ഈ കേസ് അവിടെ ക്ലോസ് ആവും. വിധി നിങ്ങൾക്കെതിരെയും. അപ്പം എന്നെ കുറ്റമായിട്ട് കാര്യമില്ല. ഗൗതം, അതിന് മാത്രം അലക്സ് എന്താ ചെയ്തത്? അലക്സ് എന്താ ചെയ്തതെന്നറിയണോ? ലയയുടെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. അത് നേരിട്ട്. ഒരു വക്കീലായി എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഈ കേസ് ജയിക്കണമെന്ന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. എടാ അലക്സേ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോണേ? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന്. എന്നിട്ട്
നീ എന്തീ കാണിച്ചു വെച്ചിരിക്കുന്നേ? നിന്നോടാരാ ആ പെണ്ണിന്റെ തന്തേനെ വണ്ടിയെടുപ്പിച്ച് കൊല്ലാൻ നോക്കാൻ പറഞ്ഞേ? ദേവാ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനെനിക്ക് ആരുടെയും പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല, നിന്റെ പോലും. നീ പറയുന്നതൊക്കെ അതുപോലെ ചെയ്തിട്ടില്ലേ ഞാൻ? പക്ഷെ ഇനി അങ്ങനെയായിരിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അതൊക്കെ എൻ്റെ തീരുമാനമായിരിക്കും. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, ആരും. പിന്നെ നിന്നോട് നീ എന്താ പറഞ്ഞേ? നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കണമെന്നോ? ഈ അലക്സ് അനുസരിക്കണമെന്ന് അല്ലേ? എടാ, നീയെന്നല്ല, ഈ ലോകത്ത് ഈ അലക്സിനോട് ആജ്ഞാപിക്കാൻ ഒരാൾക്കും കഴിയില്ല. കൂടുതൽ ഡയലോഗൊന്നും നിന്റെ ഭാഗത്തുനിന്ന് വേണ്ട. അതിനുള്ള അർഹത നിനക്കില്ല. ഞാൻ കണ്ടു എൻ്റെ എതിർഭാഗം വക്കീലായിട്ട് റെസ്റ്റോറൻറ്റിൽ നീയെന്ന് കിന്നിരിക്കുന്നത്. ദേവാ, എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത അഡ്വക്കേറ്റ് ശരിയാണോ? അഡ്വക്കേറ്റ് ഗൗതം വർമ്മ എൻ്റെ എതിർഭാഗം വക്കീലായിട്ട് കൂടിച്ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണ് നോക്കുന്നതെങ്കിലോ? അല്ല, ക്യാഷിനോട് ആർത്തിമുത്തി നടക്കുന്ന ഇവൻ ചിലപ്പോൾ ലയ കുറച്ച് ക്യാഷ് കിട്ടിയാ അവളുടെ ഭാഗത്ത് നിൽക്കാം. എടാ, അഡ്വക്കേറ്റ് ഗൗതം വർമ്മയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. അതുപോലെ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയ്ക്ക് ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി മറ്റൊരാളെ ചതിക്കുന്ന സ്വഭാവമൊന്നുമില്ല. നേരിട്ടാ എൻ്റെ കളികളെല്ലാം. പിന്നെ കോർട്ടിൽ എതിർഭാഗം വക്കീലായാലും ഒരേ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോകുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിൻ്റെ കണ്ണിൽ അത് തെറ്റാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഒരു ബോധം എനിക്കുണ്ട്. ഇനിയിപ്പോൾ നീ പറഞ്ഞാലും അത് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ ഫൂളല്ല. ഓ സോറി, ഇപ്പോഴൊരു കാര്യം കൂടി വ്യക്തമായത്. ഞാൻ എതിർഭാഗം വക്കീൽ അഡ്വക്കേറ്റ് ദീപക് ലാലിൻ്റെ കൂടെ ലഞ്ച് കഴിച്ചതല്ല നിൻ്റെ പ്രശ്നം. ഒരിക്കൽ നിൻ്റെ കാമുകനായിരുന്ന ദീപക് ലാലിൻ്റെ കൂടെ ലഞ്ച് കഴിച്ചതായിരിക്കും നിൻ്റെ പ്രശ്നം. സോറി അലക്സ്, അഡ്വക്കേറ്റ് ദീപക് ലാൽ ഒരിക്കൽ നിൻ്റെ കാമുകനാണെന്ന് വിചാരിച്ച് എനിക്ക് അവനോടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. സോറി. പിന്നെ അഡ്വക്കേറ്റ് ദീപക് ലാൽ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് തടയാൻ നിനക്കൊരു റൈറ്റും ഇല്ല. ബിക്കോസ് അവൻ്റെ പപ്പേനും അമ്മേനും കൊന്ന നിനക്ക് അവൻ്റെ മേലെ എന്ത് അധികാരമുള്ളത്? ഐ തിങ്ക് അഡ്വക്കേറ്റ് ഗൗതം വർമ്മ, ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ആ പിന്നെ അലക്സേ, അഡ്വക്കേറ്റ് ദീപക് ലാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ബട്ട് ഫ്യൂച്ചറിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഏത് ലെവൽ വരെ പോവാം എന്നെനിക്കറിയില്ല. ഹേ അലക്സേ, ചിൽ, നീ അത് വിട്. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി അത് ആലോചിച്ച് നീ ഇന്നത്തെ ഉറക്കം കളയണ്ട. ഗുഡ് നൈറ്റ്. ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ പൂ, എന്താ നിനക്ക് പറയാനുള്ളേ? അത് ഞാൻ പറയാം, പക്ഷെ ഞാൻ പറയുന്നത് കേട്ട് ഏട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത്.
ശരി, ഞാൻ ദേഷ്യപ്പെടില്ല. നീ കാര്യം പറ. പറയാം ഏട്ടാ. അതിനു മുമ്പ് എങ്ങനെയുണ്ട് ലയേച്ചിയുടെ അച്ഛന്? റൂമിക്ക് ഷിഫ്റ്റ് ചെയ്തോ? ഹീ ഈസ് ഓൾ റൈറ്റ് നൗ. റൂമിലേക്ക് നാളെ തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഞാൻ അവിടെ നിൽക്കണമെന്ന് ലയോട് ചോദിച്ചു. പക്ഷേ ലയ സമ്മതിച്ചില്ല. നീ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നീ സബ്ജക്റ്റ് മാറ്റാത്ത കാര്യം പറ. ഏട്ടാ, അത് പിന്നെ കോളേജിൽ എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റിനായിട്ടൊന്ന് അറിയും. ഗസ്റ്റോ? എനിക്കും നിനക്കും ഇവിടെ പറയാൻ മാത്രം റിലേറ്റീവ്സ് ആരും ഇല്ലല്ലോ. പിന്നെ ആരാ നിന്നെ കാണാൻ വന്നേ? ഓ ഏട്ടാ, ഇതാണ് ഏട്ടനോട് ഒരു കാര്യം പറയാൻ എനിക്ക് പേടി. ഒന്നാ പറഞ്ഞാൽ രണ്ടാമത്തേന് എന്നെ കടിച്ച് തിന്നാൻ വരും. ഞാൻ പറയുന്നതൊന്ന് കേൾക്കേട്ടാ. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് പറയപ്പോ. നിന്നെ ആരാ കാണാൻ വന്നേ? അലക്സ്. വാട്ട്? അലക്സോ? എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവൻ നിന്നെ കാണാൻ വന്നേ? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ? ഏട്ടനെ കുറിച്ച് തന്നെ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളും. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. ഏട്ടൻ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അപ്പോ അവൻ പലതും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല അവൻ എന്തൊക്കെയാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ ഞാൻ ഇതുവരെ നിന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. റിയലി? ഏട്ടൻ എന്ന് ഉച്ചയ്ക്ക് ആരുടെ ഒപ്പം ലഞ്ച് കഴിക്കാൻ പോയേ? ആരുടെ കൂടെ? അപ്പോ നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. അല്ല, അവൻ എന്താ നിന്നോട് പറഞ്ഞേ? അപ്പോ ഹൗ ആർ യു? ഒരുപാട് നാളായി മോളെ ഞാൻ കണ്ടിട്ട്. ദാ നിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ്. നിൻ്റെ മാത്രമല്ല, ദീപുവിൻ്റെയും ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. കഴിഞ്ഞതൊന്നും പെട്ടെന്ന് മറക്കാൻ എനിക്ക് സാധിക്കില്ല മോളെ. എനിക്കതൊന്നും കേൾക്കണ്ട. എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിങ്ങളുടെ ഒരു ചോക്ലേറ്റ്സും വേണ്ട. ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല. അപ്പു, റിലാക്സ്. മോൾക്ക് ഈ ചോക്ലേറ്റ്സ് ഒന്നും വേണ്ടെങ്കിൽ വാങ്ങണ്ട. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഐ വോണ്ട് ടു ക്ലിയർ സംതിങ്. മോളെ, എനിക്ക് തെറ്റുപറ്റി. അല്ല, എൻ്റെ മിസ്റ്റേക്കായിരുന്നു. ഞാനത് സമ്മതിക്കുന്നു. എന്നെ നിങ്ങൾ വെറുക്കുന്നതിൽ ഒരു തെറ്റ് ഞാൻ പറയുന്നില്ലല്ലോ. അത് ഞാൻ അർഹിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. എന്നാ എന്നോടുള്ള ദേഷ്യം ദീപ് ഇങ്ങനെ തീർക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നിങ്ങൾ എന്തേ പറയുന്നേ? എന്റെ ഏട്ടൻ നിങ്ങളോട് എങ്ങനെ ദേഷ്യം തീർത്തുന്ന? മോളെ, അപ്പോ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ദീപുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അതവൻ എന്നെ എത്ര വെറുത്താലും ശരി. എന്നാ ഇന്ന് ഞാൻ കണ്ട കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി. എൻ്റെ ദീപുവിൽ നിന്നും ഒട്ടും ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും. എൻ്റെ മുമ്പിൽ വെച്ച് മറ്റൊരാളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച എൻ്റെ മനസ്സ് വേദനിക്കുന്ന അവന് നന്നായി അറിയാം. അതുകൊണ്ടായിരിക്കാം എന്നെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ഇങ്ങനൊരു ആക്ട് അവൻ തിരഞ്ഞെടുത്തത്. അതും എൻ്റെ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയായിട്ട്. നിങ്ങൾ എന്തീ പറഞ്ഞു വരുന്നേ? എന്റെ ഏട്ടനും അഡ്വക്കേറ്റ് ഗൗതം വർമ്മയും കൂടി ഉച്ചയ്ക്ക് ലഞ്ച് ഒരുമിച്ച് കഴിച്ചെന്നാ? എന്തൊക്കെയാ പറയുന്നേ? സത്യം, ഞാൻ കണ്ടതാണ്. അപ്പു, ഇനിയൊന്നും മറച്ചു വയ്ക്കാൻ നോക്കണ്ട. അപ്പു അറിയാത്ത ഒരു രഹസ്യവും ദീപുവിൻ്റെ ലൈഫിലുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഇയാൾ എന്തീ പറയുന്നേ? ഏട്ടനും ഗൗതമനെയും ഒരുമിച്ച് കണ്ടെന്നു എന്തോ ഉണ്ടല്ലോ. ഹാ മിസ്റ്റർ അലക്സ്, എന്നാ നിങ്ങൾ കേട്ടോ, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. എന്റെ ഏട്ടൻ നിങ്ങളോടുള്ള പ്രതികാരമായിട്ട് മറ്റൊരാളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നതല്ല. ഇറ്റ്സ് ട്രൂ. നിങ്ങൾ കണ്ടതൊക്കെ സത്യ. എന്റെ ഏട്ടനെ നിങ്ങളുടെ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയായിട്ട് മുടിഞ്ഞ പ്രേമത്തിലാ. എന്റെ ഏട്ടന്റെ ബോയ് ഫ്രണ്ടാ. നിങ്ങൾ എന്താ കരുതിയേ? നിങ്ങളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ എന്റെ ഏട്ടൻ വേദനിച്ചിരിക്കുന്ന? എന്നാ നിങ്ങൾക്ക് തെറ്റി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നിങ്ങളെപ്പോലെ ഒരിക്കലും എന്റെ ഏട്ടനെ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ചതിക്കാൻ പോകുന്നില്ല. പിന്നെ ഇനി ഒരിക്കലും എന്നെ കാണി ഇങ്ങോട്ട് വരരുത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പു,
നീ എന്തിനാ അവനോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയേ? അല്ല, ഞാനും ഗൗതം ഒരുമിച്ച് ഫുഡ് കഴിച്ചെന്ന് തിരിച്ച് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നാണ് അർത്ഥം. അല്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയേ? അലക്സിന് ഇനി ഗൗതമിനോട് വല്ല ദേഷ്യം തോന്നി അവൻ എന്തെങ്കിലും ചെയ്താലോ? അവൻ്റെ സ്വഭാവം നമുക്ക് നന്നായി അറിയാം. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ. ഞാൻ കാരണം ഗൗതമിൻ്റെ ജീവിതം അപകടത്തിലായല്ലോ. ഏട്ടാ, അപ്പൊ എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ ഏട്ടാ, പിന്നെ എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. ഏട്ടാ, സത്യം നിങ്ങൾ തമ്മിൽ ഒടുക്കത്തെ ചേർച്ചയാ. ഏട്ടാ, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അലക്സിനോട് നമുക്ക് ഇങ്ങനെ പ്രതികാരം വീട്ടിക്കൂടെ? അവനേക്കാൾ എത്രയോ ബെറ്റർ ആണ് അഡ്വക്കേറ്റ് ഗൗതം വർമ്മ. ഏട്ടാ പ്ലീസ് പ്ലീസ്. അപ്പു, പ്രണയം അത് മനസ്സിൽ നിന്ന് വരേണ്ടതാ, അല്ലാതെ ഒരാളെ നിർബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പിലും വീഴ്ത്തരുത്. ഗൗതം എൻ്റെ നല്ല ഫ്രണ്ടാ. ഈ ഒരു കാരണം കൊണ്ട് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടാൽ അതൊരു വല്ലാത്ത നഷ്ടമായിരിക്കും.